ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നിങ്ങളുടെ കീമിൻ്റെ പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. സോ ഇന്ന് ഞാൻ എൻ്റെ ലാസ്റ്റ് 2 മന്ത്സ്, നിങ്ങൾക്കറിയാം ഏപ്രിൽ 15 തൊട്ടിട്ട് എക്സാമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇനി ജനുവരി എൻഡായി, ഫെബ്രുവരി മാർച്ചുള്ള എൻ്റെ റിവിഷൻ പ്ലാന് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ എൻ്റെ കറൻ്റ് സബ്ജക്റ്റ് വൈസ് എൻ്റെ ലെവൽ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് സ്ട്രോങ് വീക്ക് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ പിന്നെ കുറേ പേര് മെസ്സേജ് അയക്കുമ്പോൾ വിചാരിച്ചേക്കുന്നത് ഞാനൊരു 500 റാങ്ക് ബിലൊക്കെ വരുന്ന പോലെയൊക്കെയാണ് കുറേ ഒരു മെസ്സേജ് അയക്കുമ്പോൾ കണ്ടിട്ടുള്ളത്. സോ അങ്ങനെയൊന്നുമില്ല, ഞാനും നിങ്ങളെ പോലെ ഒരു 2000 റാങ്കിൻ്റെ ഉള്ളിലൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്കറിയാം ഞാൻ റിപ്പീറ്ററാണ്. റിപ്പീറ്റർമാരനൊക്കെ സംബന്ധിച്ച് എനിക്കറിയാവുന്ന കുറച്ച് പേര് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒപ്പം പഠിച്ച 3 പേരും സംതിങ്, പിന്നെ ഇങ്ങനെ യൂട്യൂബ് വഴിയൊക്കെ കിട്ടിയവരൊക്കെ. സോ അവർക്കൊക്കെ സംബന്ധിച്ച് എല്ലാവർക്കുള്ള പ്രശ്നമാണ് ഈ ഞങ്ങൾ +1 തൊട്ട് പഠിക്കുന്ന ഈ ടോപ്പിക്ക് കണ്ട് കണ്ട് ഞങ്ങൾക്ക് പ്രാന്തായിരിക്കുകയാണ്. അതൊരു വലിയ, പിന്നെ റിപ്പീറ്റേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് പോർഷൻസ് കഴിയാത്തതിൻ്റെ ഒരു ടെൻഷൻ. പ്ലസ് ടുവിൽ എഴുതുന്ന ഫ്രഷ് ആയിട്ട് എഴുതുന്നവർക്ക് +2 ബോർഡ് എക്സാമിന് പഠിക്കണോ ഇതിന് പഠിക്കണോ എന്നുള്ള ടെൻഷൻ. സോ എല്ലാവർക്കും ഓരോരോ ഇതുണ്ട് ഗൈസ്, മനസ്സിലാക്കുക. പിന്നെ എപ്പോഴും അഡ്വാൻറ്റേജ് +2 സ്റ്റുഡൻസിനാണ്. അത് ടോപ്പേഴ്സിൻ്റെ റാങ്ക് ഒക്കെ എടുത്ത് വരുമ്പോഴും ഏറ്റവും കൂടുതൽ ടോപ്പിലെത്തിയിട്ടുള്ളത് ഓൺ ഗോയിങ് സ്റ്റുഡൻസ് ആണ്. എപ്പോഴും നല്ല റാങ്കിലേക്ക് എത്തിയിട്ടുള്ളൂ. അത് ഏത് എക്സാം ആണെങ്കിലും അങ്ങനെയാണ്. ഓക്കെ, അതിനെ പറ്റി നമുക്ക് ഇനി പിന്നെ സംസാരിക്കാം. സോ ഞാൻ ഈ വീഡിയോയിൽ റിവിഷൻ പ്ലാൻ, അതുപോലെ എൻ്റെ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സോ വീഡിയോയിലേക്ക് കടക്കാം. സോ ഗൈസ്, ഞാൻ ഈ പ്ലാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. അതായത് ഇത് ഓരോ യൂണിറ്റ്സ് ആക്കിയിട്ട് ചാപ്റ്റേഴ്സിനെ ഡിവൈഡ് ചെയ്തേക്കുന്നതാണ്. 6 യൂണിറ്റ് ആക്കിയിട്ടാണ് ചാപ്റ്റേഴ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. സോ അത് കഴിഞ്ഞിട്ട് ഓരോ യൂണിറ്റ്സും ഡിവൈഡ് ചെയ്തിട്ടാണ് എക്സാമും കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. സോ ഒരു യൂണിറ്റ് റിവിഷൻ ചെയ്യാൻ 3 ദിവസം, അത് കഴിഞ്ഞ് ഒരു സ്റ്റഡി ലീവ്, അത് കഴിഞ്ഞ് എക്സാം, അത് കഴിഞ്ഞ് ഒരു സ്റ്റഡി ലീവ്, അത് കഴിഞ്ഞ് വീണ്ടും എക്സാം. ഈ സ്റ്റഡി ലീവിൻ്റെ ദിവസം നമുക്ക് വേണമെങ്കിൽ ജെഇ മെയിൻ എക്സാം അറ്റൻഡ് ചെയ്യാം. സോ അങ്ങനെ ടോട്ടലി 7 ദിവസം കൊണ്ടാണ് ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ നമ്മുടെ മൊത്തത്തിൽ ഓൾ ഓവർ യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് 16-ാം തീയതി, അതായത് മാർച്ച് 16-ാം തീയതി വരെ ആണ് ടൈം എടുക്കുന്നത് 6 യൂണിറ്റും കംപ്ലീറ്റ് ചെയ്യാൻ. അത് കഴിഞ്ഞാൽ പിന്നെ 18-ാം തീയതി, 21-ാം തീയതി, 24-ാം തീയതി, 27-ാം തീയതി, ഇങ്ങനെ 4 ദിവസങ്ങളായിട്ട് ഫുൾ മോക്ക് എക്സാമും. സോ ഇങ്ങനെയാണ് ഈ ഒരു റിവിഷൻ പ്ലാൻ കാര്യങ്ങളുള്ളത്. സോ നിങ്ങൾക്കിതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ബിർലൻറ്റിൻ്റെ ടെസ്റ്റ് സീരീസിൻ്റെ വീഡിയോ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, അതുവഴി കണ്ട് ജോയിൻ ചെയ്യാം. സോ ഇത് പ്രൊമോഷൻ കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു റിവിഷൻ പ്ലാന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്തോന്ന് പറഞ്ഞാണ്. ഓക്കെ, ഇനി ഞാൻ എൻ്റെ ഒരു സബ്ജക്റ്റ് വൈസ് എൻ്റെ ഒരു ലെവലൊന്ന് പറഞ്ഞുതരാം. സോ ഇത് സ്റ്റഡി വാളിൽ ഒട്ടിച്ചിട്ടുള്ള ഒരു ചാപ്റ്റേഴ്സിൻ്റെ ഒരു ലിസ്റ്റാണ്. ഇതിൽ ഫിസിക്സിൻ്റെ കേസ് ഫസ്റ്റ് തുടങ്ങാം. ഫിസിക്സിലാണെങ്കിൽ എനിക്ക് ഓൾ ഓവർ ഫിസിക്സും കെമിസ്ട്രിയും രണ്ടും എനിക്ക് തിയറി വൈസ് ഓക്കെയാണ്. ഓക്കെ, ജസ്റ്റ് കുറേ ചാപ്റ്റേഴ്സ് ഞാൻ കുറേ റിവൈസ് ചെയ്തിട്ട്, സോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അതെനിക്ക് പെട്ടെന്നൊരു പഠിച്ചെടുക്കാൻ പറ്റും ഈ രണ്ട് ഇതും. പിന്നെ അതുപോലെ തന്നെ ഈ ഫിസിക്സും കെമിസ്ട്രിയും എനിക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാനും വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഇതായതുകൊണ്ട് ഞാൻ കുറച്ച് നാളുകളായിട്ട് മാത്സിൻ്റെ പുറകെയാണ് മൊത്തം. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഇയർ മിസ്റ്റേക്ക് വന്നത് മാത്സ് നോക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ ഇയർ ഫുള്ള് മാത്സിൻ്റെ മേലെ ഇരുന്നേക്കുന്നത്, ഫിസിക്സും കെമിസ്ട്രിയും നോക്കിയിട്ടില്ല. പക്ഷേ ഫിസിക്സും കെമിസ്ട്രി ഞാൻ പഠിക്കാൻ നോക്കിയ സമയത്തൊക്കെ സെറ്റാണ്. അതെനിക്ക് റിവിഷൻ്റെ സമയത്ത് സെറ്റാക്കി എടുക്കാവുന്ന രീതിയിലാണ് ഫിസിക്സും കെമിസ്ട്രി ഉള്ളത്. ഓക്കെ, മാത്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ മാത്സ് എനിക്ക് ഓൾ ഓവർ ചാപ്റ്റേഴ്സ് ഒരു 1-2 ടൈം റിവിഷൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ പഠിച്ച് വീണ്ടും റിവൈസ് ചെയ്ത് അതിന് 1-2-3 വട്ടമൊക്കെ ചാപ്റ്റേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസും ചെയ്തിട്ട്. പക്ഷേ PYQൻ്റെ കേസ് പറയുകയാണെങ്കിൽ 24ൻ്റെ PYQ എല്ലാത്തിലും ഞാൻ ചെയ്തിട്ടുണ്ട്. 23, 22, 21 ഒക്കെ നോക്കുകയാണെങ്കിൽ സെലക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. 24ൻ്റെ PYQ ഞാൻ 2 വട്ടമൊക്കെ മിക്ക ചാപ്റ്റേഴ്സിലും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ 25 ചില ചാപ്റ്റേഴ്സിൻ്റെ മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ, ബാക്കി ചാപ്റ്റേഴ്സിൻ്റെ ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. സോ അങ്ങനത്തെ ഒരു ഇഷ്യൂ ആണ് സബ്ജക്റ്റ് വൈസ് ഉള്ളത്. ഓക്കെ, സബ്ജക്റ്റ് വൈസ് എൻ്റെ ഒരു പേടി എന്ന് പറയുന്നത് മാത്സിലെ PYQ തന്നെയാണ്. മാത്സിലെ PYQ ആണ് എനിക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതും. ഞാൻ കൂടുതൽ എഫേർട്ട് ഇടുന്നുണ്ട് മാത്സിൽ, പക്ഷേ എഫേർട്ടിനുള്ള റിസൾട്ട് വരുന്നില്ല മാത്സിൽ എന്നെ സംബന്ധിച്ച്. സോ അതാണ് എനിക്ക് ഭയങ്കര ടെൻഷനായിട്ടുള്ള ഒരു കാര്യം. സോ അതിൽ ഞാനിനി റിവിഷൻ്റെ സമയത്ത് ഒന്നുകൂടി സെറ്റാക്കി എടുക്കണം. ഫിസിക്സും കെമിസ്ട്രിയും ഒന്നുകൂടി സെറ്റാക്കണം, അതുപോലെ തന്നെ മാത്സ് ഈസി ചാപ്റ്റേഴ്സൊക്കെ സെറ്റാക്കണം. അങ്ങനെ ഒരു പ്ലാനാണ് റിവിഷനിലുള്ളത്. സോ റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പ്ലാൻ എന്തായാലും എനിക്ക് വളരെയായിട്ട് ഉപകാരപ്പെടുമെന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തത്, അല്ലാണ്ട് എനിക്ക് പ്രത്യേകിച്ച് പെയ്ഡ് പ്രൊമോഷൻ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, സോ ഇതാണ് എൻ്റെ സബ്ജക്റ്റിൻ്റെ അനാലിസിസ് പറഞ്ഞാൽ. ഞാനും നിങ്ങളെ പോലെയൊക്കെ തന്നെയാണ്. ഓക്കെ, അത് മനസ്സിലാക്കുക. സോ ഞാൻ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എനിക്കൊരു മോട്ടിവേഷനും, പിന്നെ കുറച്ച് പേരൊക്കെ അങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ അവർക്കൊരു മോട്ടിവേഷൻ ആവുന്നുണ്ടെന്ന് പറഞ്ഞു. സോ അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ചെയ്യുന്നത്. വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ച് പോകുന്നുണ്ട്.
സോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നു. സ്റ്റഡി വിത്ത് മീ ലൈവ് കാര്യങ്ങളൊക്കെ 2-ാം തീയതി ഇട്ടിട്ടുണ്ടാവും. സോ അതിനെ പറ്റിയിട്ട് ഞാൻ പറയാം. സോ ഗൈസ്, ഇനി ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യാനുള്ള പ്ലാൻ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ റിവിഷൻ ക്ലാസ് തുടങ്ങുമ്പോൾ 3-ാം തീയതി തൊട്ടിട്ട് ഞാൻ കറക്റ്റായിട്ട് ഞാൻ പഠിക്കുന്ന പോർഷൻസ് ചാപ്റ്റേഴ്സിന്റെ PYQ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ടോപ്പിക്സ് ഏതാണെന്ന് ഞാൻ വീഡിയോ ചെയ്യാമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ ഉള്ളത്. സോ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, ഞാൻ സ്റ്റഡി വ്ളോഗ് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഉള്ളത്. സോ സ്റ്റഡി വ്ളോഗ് പറ്റുകയാണെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ഇതേപോലെ ചാപ്റ്റേഴ്സ് പറഞ്ഞിട്ടുള്ള, അതായത് ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സിൽ വരുന്ന ഇമ്പോർട്ടന്റ് ഏരിയാസ് എന്താണെന്ന് മെൻഷൻ ചെയ്തിട്ടുള്ള വീഡിയോ ചെയ്യാം. പിന്നെ നൈറ്റ് ആണ് കുറച്ച് അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ളത്. സോ നൈറ്റ് ഒരു 7 to 10, 11, 12 ഒക്കെ വരെ സ്റ്റഡി വിത്ത് മീ ലൈവ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. മിക്കതും 7 to 12 ആണ്, അല്ലെങ്കിൽ 11 o'clock ഒക്കെ വരെ സ്റ്റഡി വിത്ത് മീ ലൈവ് ചെയ്യാന്ന് വെച്ചിട്ടാണ്. സോ അതിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം. ഞാനൊരു ട്രയൽ അടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു സ്റ്റഡി വിത്ത് മീ ലൈവ്, പക്ഷെ അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എൻജോയ് ചെയ്ത് പഠിച്ചു. എന്താന്ന് വെച്ചാൽ കുറെ ഡൗട്ട് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ കുറെ ഡൗട്ട് പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റി. സോ അങ്ങനെ ആകുമ്പോൾ അവരും നന്നായിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്തു. അപ്പോൾ അവർക്ക് ഞാനൊരു മോട്ടിവേഷൻ ആണെന്നൊക്കെ അറിഞ്ഞ് ഒരു അടിപൊളിയായിരുന്നു അന്നത്തെ ദിവസം. സോ അതുപോലെ സ്റ്റഡി വിത്ത് മീ ലൈവ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. സോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ ചോദിക്കാൻ പറ്റുന്നതാണ്. സോ ലാസ്റ്റ് സ്റ്റഡി വിത്ത് മീ ലൈവ് ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് നോക്കി നോക്കാം. ഓക്കെ, സോ ഇതൊക്കെയാണ് ചാനലിൽ അപ്ലോഡ് ചെയ്യാനുള്ള പ്ലാൻ കാര്യങ്ങളൊക്കെ. പിന്നെ സ്റ്റഡി വ്ളോഗ് എന്താ ചെയ്യാത്തത് മെയിൻ റീസൺ പറഞ്ഞാൽ എഡിറ്റിങ്ങിന് ചിലപ്പോൾ കുറേ സമയം പോയിന്ന് വരും. സോ അതുകൊണ്ടാണ് സ്റ്റഡി വിത്ത് മീ ലൈവ് ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ. സോറി, സ്റ്റഡി വ്ളോഗ്സ് ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ. സ്റ്റഡി വിത്ത് മീ ലൈവിന് പിന്നെ അങ്ങനെ എഡിറ്റിങ് കാര്യങ്ങളൊന്നും ഇല്ല, ചുമ്മാ പൊക്കോളും. ഓക്കെ, സോ അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇമ്പോർട്ടന്റ് ഏരിയാസിനെ പറ്റി പറയാനാണെങ്കിലും അതിന് വലിയ ബുദ്ധിമുട്ട് വരില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഇമ്പോർട്ടന്റ് ഏരിയാസ് എന്താന്ന് പറയുന്നുള്ളൂ. ഒറ്റ വീഡിയോയിലെടുത്ത് പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ, അതിനൊന്നും എഡിറ്റിങ് കാര്യങ്ങളൊന്നും ഇല്ല. സോ അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. സോ നിങ്ങൾ നിങ്ങളുടെ സജഷൻസ് കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. സോ നിങ്ങളുടെ സജഷൻസ് ഒക്കെ എന്തായാലും കമന്റിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.